ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു ബിരിയാണി റെസിപ്പി കണ്ടാലോ. ഞാനിത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അപ്പച്ചെമ്പിലാണ് സ്ഥിരമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് പച്ചയ്ക്ക് ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. 2 ചിക്കൻ്റെ നല്ല പീസുകളും മാത്രം പിന്നെ ഒരു 1.5 കിലോൻ്റെ റൈസിലും ഉണ്ടോ ഞാൻ ഈ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇഡ്ലി ചെമ്പിലേക്ക് സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, മല്ലിയില, പുതിനയില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് കല്ലുപ്പ് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഞാനിതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പീസൊക്കെ ഒരു മീഡിയം പീസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എത്ര സമയം കൂടുതലിരിക്കുന്നോ അത്രയും ടേസ്റ്റ് വരും. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കുമായിരിക്കും നല്ലത് കേട്ടോ. ഞാനിത് ശരിക്കും പറഞ്ഞെങ്കിൽ രാവിലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് ഉള്ള ദിവസം ആയതുകൊണ്ട് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ പോയിട്ട് ഒരു 6 മണിക്ക് ആയപ്പോഴേക്കും ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. തിളയ്ക്കാറായപ്പോൾ ബേ ലീഫ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജാതിപത്രി, തക്കോലം, സാജീരകം, മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 70% അരി വേവിച്ചിട്ട് ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഞാൻ ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചപ്പോൾ ചിക്കൻ്റെ അകത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിൽ പകർത്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മസാലയൊക്കെ കഴുകിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1/2 ഗ്ലാസോളം. അപ്പോൾ നമ്മുടെ റൈസും മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വാഴയില ഇട്ട് കൊടുത്തൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വാഴയില ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ വാഴയില ഇട്ടും ചെയ്യാറുണ്ട്, അല്ലാണ്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വാഴയിലയുടെ മുകളിലേക്ക് ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, കുറച്ച് ജാതിക്ക പൊടിച്ചത്, ഏകദേശം ഒരു നുള്ളൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 1-2 നുള്ളൊക്കെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഫ്രൈഡ് ഓണിയൻസ്, കാഷ്യൂനട്ട്, മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയറിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ്. നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓണിയൻസ് ഫ്രൈ ചെയ്ത ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ ഓയിൽ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ഓയിലായിരിക്കും യൂസ് ചെയ്യുക. ചില സമയത്ത് ഇന്നിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഓയിലിന് പകരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ലതാണ്. ഓയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് ഫ്ലേവറൊക്കെ ഉണ്ടാവും. നമ്മളുടെ നാടൻ ബിരിയാണിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലതാണല്ലോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, പിന്നെ കുറച്ച് ജാതിക്ക പൊടിച്ചത്, പിന്നെ ഫ്രൈഡ് ഓണിയൻസ്, മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരികത്ത് കൂടി കുറച്ച് നമ്മൾ റൈസ് വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇല ഇട്ടിട്ടുള്ളത് കൊണ്ട് നടുക്ക് കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് പോവില്ല, അവിടെ വന്നിട്ട് ഇതായിട്ട് നിൽക്കും. അപ്പോൾ ചിലപ്പോൾ വെള്ളം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അരികത്ത് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. ഇനി ഞാൻ ഇഡ്ലി ചെമ്പ് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതുമേലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റോളം. ടോട്ടൽ ഹാഫ് ആൻ അവർ ആണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ദോശക്കല്ല് നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ പൊക്കത്തോട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഒന്ന് റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്നുള്ള റൈസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റുന്നല്ല, എന്നിട്ടാണ് കേട്ടോ മസാല മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പകർത്തി വന്നപ്പോൾ ഇലയിട്ട ലെയറിൽ വന്നപ്പോൾ നമുക്ക് മസാല റൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് മസാല മിക്സ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇലയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ വാഴയില വാടിയ സ്മെല്ലും പിന്നെ നമ്മുടെ മസാലയുടെ ഒക്കെ സ്മെല്ലും കൂടി ആയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടെ സാധാരണ മമ്മിക്കും അപ്പച്ചനൊന്നും ബിരിയാണി ഇഷ്ടമല്ല. അവരും പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്.
പച്ചയ്ക്ക് ദം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ ടൈപ്പിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇവിടെ പിള്ളേർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിക്ക സൺഡേസും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു ബിരിയാണി പോലെയൊക്കെ ആക്കിയെടുക്കും കേട്ടോ. ചില സമയത്ത് തട്ടിക്കൂട്ട് ബിരിയാണി ആയിരിക്കും, ചില സമയത്ത് തട്ടിക്കൂട്ടുന്ന ബിരിയാണിക്ക് സൂപ്പർ ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ മസാലയും റൈസും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റൈസ് ഒന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അധികം മറിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പീസ് ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. പീസ് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കണമായിരുന്നു കേട്ടോ. ഞാൻ മിക്സ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ വേഗം എടുത്തതാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഗ്രേവിയൊക്കെ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ തന്നെ കിട്ടും കേട്ടോ. ഇവിടെ ഇവർക്കൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ ഇച്ചിരി ഗ്രേവി വേണം കേട്ടോ. ഇവർക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ബിരിയാണി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ വേവിച്ചപ്പോഴും ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റൈസ് വേവിച്ചപ്പോഴും ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇതേപോലെ ഒരു ഇച്ചിരി വെള്ളം സൈഡിൽ കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വേവോ അടിക്ക് പിടിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ റൈസ് ഓവറായിട്ട് കുക്കായി പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ചിക്കൻ നമ്മൾ ½ ആൻ അവർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ദമ്മിൽ വെച്ചിട്ടാണല്ലോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആ റൈസിൻ്റെ അടിയിലാണല്ലോ ചിക്കൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ദമ്മിലിരുന്നിട്ട് ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അടിക്കും പിടിക്കില്ല കേട്ടോ. നമ്മൾ ഒരു ½ ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചിക്കനിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ബാക്കി കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. റൈസും നമ്മൾ 70% മാത്രം കുക്ക് ചെയ്തിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് റൈസും ഓവറായിട്ടൊന്നും വെന്ത് പോവില്ല കേട്ടോ. ആ റൈസ് മറിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ റൈസിൻ്റെ ആ ഒരു ടെക്സ്ചറും വേവൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഫ്ലെയിം ഒന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ആക്കി വെക്കുന്നുണ്ടെങ്കിലും ഏതായാലും ഇത് തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റെസിപ്പി അല്ല കേട്ടോ. ഇത് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബിരിയാണി കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണിനൊപ്പം നമുക്കിവിടെ വീട്ടിൽ മുട്ടയും പപ്പടവും അച്ചാറും സാലഡും നിർബന്ധമാണ്. കുറച്ച് ചിക്കൻ 65 അങ്ങനെ ഇതേപോലെ ചില്ലി ഫ്രൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ ചില്ലി ഫ്രൈ ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ബിരിയാണിയുടെ പീസസിൻ്റെ അകത്തുനിന്ന് എടുത്ത കട്ട് പീസുകളും പിന്നെ ഒരു ചെറിയ ചിക്കനും കൂടി വാങ്ങിച്ചിട്ട് ഇതേപോലെ ചിക്കൻ ചില്ലി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കൻ ചില്ലി ഫ്രൈയുടെ റെസിപ്പി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.